അടപ്രഥമ പായസം ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. 200 ഗ്രാം അട ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് മൂടി വെക്കുക. നമ്മൾ 15 മിനിറ്റ് വെച്ചെടുക്കണ അട നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ശർക്കര ഉരുക്കാനായിട്ട് വെക്കുക. ഒരു 15 ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട്. വലിയ ശർക്കര ആണെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ശർക്കര ഒക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ അടയിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഗ്യാസ് ഓൺ ചെയ്യുക. ശർക്കര നീരിലിട്ട് നന്നായിട്ടൊന്ന് വരച്ചെടുക്കുക. ഉടനെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ശർക്കര നീരിക്ക് ഇടുന്നിട്ട് അടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. നമുക്ക് ഇത് ശരിയാവുമ്പോഴത്തേനും 2 ടൈപ്പ് പാല് വേണം. 1-ാം പാലും 2-ാം പാലും വേണം. 1-ാം പാല് ഇത് അധികം വെള്ളം ചേർക്കാണ്ട് നാളികേരം അരച്ചെടുത്തതിന്, അടിച്ചെടുത്ത പീര തന്നെ 2-ാമത് വെള്ളം ഒഴിച്ചെടുത്തതിന് 2-ാം പാല്. ഇത് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 5-10 ഏലക്കായ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി അരഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് മാറ്റാം നമുക്ക്. 2-ാം പാലെല്ലാം വറ്റി വന്നിട്ടുണ്ട്. 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തിടുക പായസത്തിലേക്ക്. അതിന് 3/4 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് കഴുകി വെച്ചെടുക്കുന്നത് ഇട്ട് കൊടുക്കുക. മുന്തിരി കഴുകി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. നമുക്ക് പായസത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മൂടി വെക്കാം.